ഒരു ചോദ്യോത്തരം ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് മസലും വേണേൽ ചോദിക്കാം, മസലുകളൊക്കെ ചോദിക്കാം. നമ്മളന്ന് നോമ്പിന് മസല പറഞ്ഞിട്ട് പലർക്കും അതാണ് വല്ലാതെ ഇഷ്ടപ്പെട്ടത്. അങ്ങനെയൊന്നുമില്ല. കഫാറത്തിന് ഒരു നിശ്ചിത രീതിയുണ്ട്. ഇപ്പോൾ സത്യം ലംഘിച്ചാൽ ചെയ്യേണ്ടത് ഒരു അടിമനെ മോചിപ്പിക്കുകയാണ് വേണ്ടത്. അതിന് കഴിയൂലെങ്കിൽ 10 ഡ്രസ്സ് കൊടുക്കുകയോ 10 ഭക്ഷണം നൽകുകയോ ചെയ്യാണ് വേണ്ടത്. ഭക്ഷണം ആവാം, ഡ്രസ്സും ആവാം, രണ്ടാലൊന്നും. അതൊന്നും കയ്യിൽ 3 ദിവസം നോമ്പ് വിൽക്കാണ് വേണ്ടത്. അള്ളാഹ് സത്യം ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യൂല എന്ന് സത്യം ചെയ്തു. അള്ളാഹിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാനും പാടുള്ളൂ. അള്ളാഹിൻ്റെ പേര് കലാമ് ഇത് മാത്രമേ സത്യത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ചില നാളെ മുതൽ അള്ളി റസൂലാണ് സത്യം നോക്കുക, അങ്ങനെയൊന്നും പറയരുത്. റസൂലിനെ കൂട്ടാൻ പാടില്ല. അള്ളാഹിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. ഈ ചില ആളുകളൊക്കെ സത്യത്തിന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് അതൊക്കെ ശിർക്കാക്കുമല്ലോ. ഇപ്പം നമ്മളെ കുറ്റിക്കാട്ടൊക്കെ അതൊക്കെ എന്തിനാ നിങ്ങൾ അവിടെ കുറ്റിക്കാട്ടിൽ വാപ്പനെ കൊണ്ടല്ല സത്യം ചെയ്യേണ്ടത്. അവിടെ വന്നിട്ട് വല്ലാഹി തന്നെ പറയാം. പക്ഷേ അതിനൊരു വലിയ പേടിയുള്ള സ്ഥലത്തേക്ക് പോകുക എന്നുള്ള ആ ഉദ്ദേശത്തിനാണ് കുറ്റിക്കാട്ടുക്കും മമ്പുറത്തും കൊടിഞ്ഞിക്കൊക്കെ പോകണത്. അല്ല കൊടിഞ്ഞീത്തെ ഒക്കെ സത്യത്തിന് പറഞ്ഞാൽ അവിടുത്തെ ഏതെങ്കിലും ചെയ്യാനോട് സത്യം ചെയ്യാനല്ല പോകണം. ചിലർക്ക് പിന്നെ അങ്ങോട്ട് വിചാരിച്ചുമ്പോഴത്തേനും ഷിർക്ക് ഇങ്ങോട്ട് വരികയാണ്, വേഗം ഷിർക്ക് വരും ചിലർക്ക്. പക്ഷേ സംഗതി അള്ളാഹിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ അള്ളാഹാണ് സത്യം. സത്യം പല വിഷയത്തിലുണ്ട്. ഇപ്പോൾ ബീഡി വലിച്ച് ഇടങ്ങാറായ ഒരാൾ, ബീഡി അങ്ങനെ ചേലായി നിർത്താൻ കഴിയുന്നില്ല, അപ്പോൾ സത്യം ചെയ്യാണ്. അള്ള സത്യം, ഒരു മാസത്തിന് ഞാൻ വീടി വലിച്ചൂലാന്ന്. വീട് വലിച്ചാക്കാൻ പിന്നെ എടുക്കുന്ന ഒരു പണി അതാണ്. ഞാൻ അതൊക്കെ കണ്ടതാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ പിന്നെ സത്യം ചെയ്തല്ലേ, വലിച്ചോണ്ട് വെച്ചിട്ട് അങ്ങനെ വലിച്ചാവും. അങ്ങനെ സത്യം ചെയ്തു. പിന്നെ എന്തോ ഈ ചെയ്താൽ വന്നിട്ട് പേപ്പിച്ചു, പൊളിഞ്ഞു ആ സത്യം. അവനെ ലംഘിച്ചാൽ പിന്നെ ലംഘിച്ചു നിൽക്കാനൊന്നും പറ്റൂല. അതിന് കഫാറത്ത് കൊടുക്കണം. ആ കഫാറത്ത് ഒരു അടിമനെ മോചിപ്പിക്കണം. അപ്പോൾ നടക്കൂല. അടുത്ത ഓപ്ഷൻ അങ്ങനെ പറയാ, 10 ഭക്ഷണം കൊടുക്കുകയോ 10 ഡ്രസ്സ് വാങ്ങി കൊടുക്കുകയോ ചെയ്യാം. രണ്ടും ചെയ്യാം. രണ്ടാലൊന്ന് മതി. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. ഏതാ ഈസി? ഭക്ഷണം. ഡ്രസ്സാണെങ്കിൽ കയറോ, 10 റുപ്യക്ക് 5 കർച്ചീഫൊക്കെ കിട്ടൂലേ ബസ്സിലിങ്ങനെ. അതാണ് ഞങ്ങൾക്ക് മൂല്യന്മാർക്കുള്ള മെച്ചം. അപ്പോൾ നിങ്ങൾ ബാപ്പു വേഗം പോയത് ഒരു കൂട്ടം ഡ്രസ്സും ലിന ഷർട്ടും അതിനുള്ള തുണിയൊക്കെ കുട്ടി. അതാണ് പണ്ടൊരു മാമ പറഞ്ഞത്, ആര് കിട്ടിയാലും ഉണ്ടല്ലോ മൂല്യന്മാർക്ക് രസമാണെങ്കിൽ അറിഞ്ഞിരിക്കണത് നല്ലതാണ് ഇതാക്കാം അല്ലേ. അറിഞ്ഞിരിക്കണത് നല്ലതാണ്. കാരണം ഇങ്ങനെ ചെങ്ങായി സത്യം വെച്ചു. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ വേറൊരു കാര്യത്തിൽ ഇങ്ങോട്ട് ഓനെ കൊണ്ട് പറഞ്ഞ ഇതിന് 10 ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല, 10 ഡ്രസ്സ് വാങ്ങി കൊടുക്കാൻ കഴിയില്ല. അത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ ഉള്ള പണി 3 ദിവസം നോമ്പ് വെക്കലാണ്. ഇത് രണ്ടും കഴിഞ്ഞാലാണത്. പിന്നെ അതാ ചെയ്ത്. അപ്പോൾ ചിലപ്പോൾ ഈ ബാപ്പ് കണക്കൂട്ടിയന്മാർക്ക് ഈ ആദ്യം വലിയ ഫുഡൊക്കെ കണക്കൂട്ടും, കുഴിമന്തി 10 വാങ്ങി കൊടുക്കലും അതുപോലെ തന്നെ ഇത് ലിന ഷർട്ടൊക്കെ ഇടയ്ക്കാരോ കണ്ടിട്ടുണ്ടാവില്ല. 10 റുപ്യക്ക് പണ്ടൊക്കെ നമ്മളൊക്കെ ബസ് പോയിനെന്ന് അങ്ങനെയാണ്. ടവല് മതി, ഡ്രസ്സല്ലേ.